നമസ്കാരം. ദ വ്യൂവിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ SFI ഗുണ്ടകൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥൻ്റെ പിതാവ് ജയപ്രകാശാണ് ഇന്ന് വ്യൂവിൽ നമ്മോടൊപ്പമുള്ളത്. കേരളീയ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ആ സംഭവത്തിനെ തുടർന്ന് ആ കുടുംബം അനുഭവിക്കുന്ന വേദന കേരളീയ സമൂഹവും പങ്കുചേരുകയും ചെയ്തു. ജയപ്രകാശ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം. എങ്ങനെ കാണുന്നു? ഇപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞു സിദ്ധാർത്ഥൻ്റെ ക്രൂരമായ കൊലപാതകം കഴിഞ്ഞു. താങ്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു. അതിനുശേഷം മണിക്കൂറുകൾക്കകം CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ പിന്നീടുള്ള കാര്യങ്ങൾ വളരെ മെല്ലപ്പോക്കിലായിരുന്നു കാര്യങ്ങൾ പോയത്. ഈ 3 അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, KS സംസ്ഥാന പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ 3 പേർ ഈ ആവശ്യം ഉന്നയിച്ച് അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം താങ്കളുടെ അഭ്യർത്ഥനയെ തുടർന്നും മുന്നേ മുഖ്യമന്ത്രി ഇത് CBI അന്വേഷണം പ്രഖ്യാപിച്ചതിനെ തുടർന്നും പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീടുള്ള കാര്യങ്ങൾ വളരെ മെല്ലപ്പോക്കായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ എങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഇപ്പോൾ കാണുന്നത്? ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ എല്ലാവരുടെയും വാ അടപ്പിച്ചു. അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയ ഒരു അവരുടെ പ്ലസ് പോയിൻറ്റ്. ഇത് എല്ലാവരുടെയും വാ അടപ്പിക്കണം. എല്ലാ സൈഡിൽ നിന്നും വളരെയേറെ പ്രഷർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ സിദ്ധാർത്ഥൻ്റെ എൻ്റെ മകൻ്റെ പ്രശ്നം. അത് കൊലപാതകം തന്നെന്ന് അവർക്ക് ഉറപ്പിച്ച് പറയുന്നു. ബാക്കി എല്ലാ രാഷ്ട്രീയ കക്ഷികളും വഴക്കുണ്ടാക്കുന്നു. ചാനലും പത്രവും പിന്നെ കേരളത്തിലുള്ള മൊത്തം ആൾക്കാരും ഇതിനു വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നു. അപ്പോൾ എല്ലാവരെയും വാ അടച്ചു പൂട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് സർക്കാരിന്, പ്രത്യേകിച്ച് കുടുംബം മര്യാദയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ മര്യാദയ്ക്ക് ഇരിക്കും. അത് അവർക്കറിയാം. ഏത് കാര്യം അങ്ങനെയാണല്ലോ. ഞാനും എൻ്റെ ഭാര്യയും ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിനകത്ത് അടച്ചിട്ട് കഴിഞ്ഞ് ബാക്കിയുള്ളവർ ബഹളം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർക്കാർ തന്നെ ചോദിക്കും അവർക്കില്ലാത്ത കുഴപ്പം നിങ്ങൾക്ക് എന്നുള്ള. അത് എൻ്റെ കുടുംബത്തിൻ്റെ വാ അടപ്പിക്കണം. അതിലവർ വിജയിച്ചു. പെട്ടെന്ന് തന്നെ ഒരു സർക്കാർ ഞാൻ ആവശ്യപ്പെട്ടത് അവർ അംഗീകരിച്ചു. ഓക്കെ, ഇപ്പോഴും ഞാൻ അഭിനന്ദിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അംഗീകരിച്ച് CBI അന്വേഷണം അംഗീകരിച്ചത്. പക്ഷേ എന്തുകൊണ്ട് പെട്ടെന്ന് അവർക്ക് എല്ലാവരെയും വാ മൂടിക്കെട്ടണം, പൊടിയിടണം? 2 കാര്യം ഇതിലുണ്ട്. ഒന്ന്, പ്രക്ഷോഭം പെട്ടെന്ന് മതിയാക്കണം, സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭം മതിയാക്കണം. രണ്ടാമത് ഇലക്ഷൻ വരിക. ആ ഇലക്ഷനെ അവർക്ക് ബാധിക്കുമോ എന്ന് അവർ ഭയപ്പെട്ടു പോയി. എനിക്ക് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ആ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ, അത് പാർട്ടിയുടെ കാര്യം, എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ അത് വളരെ ഒരു പ്ലസ് പോയിൻ്റാണ് അവർക്ക്. എല്ലാവരെയും മൂടിക്കെട്ടണം. അതിലവരങ്ങ് വിജയിച്ചു. ശരിക്കും പറഞ്ഞാൽ അതിലവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ആ കാര്യത്തിൽ കേരള സർക്കാരിനെ അഭിനന്ദിക്കുന്നു. അവരെല്ലാവരെയും മൂടിക്കെട്ടാൻ പറ്റി. ഈ കിട്ടിയ ഒരാഴ്ച ഗ്യാപ്പ് അല്ലെങ്കിൽ 10 ദിവസം ഗ്യാപ്പിൽ അവർക്ക് ചെയ്യേണ്ട മാക്സിമം അവർ ചെയ്യേണ്ടത് പറ്റി. തെളിവുകൾ നശിപ്പിക്കാൻ പറ്റി. അത് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കണക്ക് ഈ 33 വരെ തിരിച്ചെടുക്കാൻ പറ്റി. 33 തിരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അവർ തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പെടുന്നതായതും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ തിരിച്ചെടുക്കില്ല. തെളിവുകൾ ഏകദേശം നശിച്ചു കഴിഞ്ഞു. അപ്പോൾ ധൈര്യമുണ്ട്. ഇനി 33 തിരിച്ചെടുത്താലും പ്രശ്നമില്ല. ആര് ചോദിച്ചു കഴിഞ്ഞാലും കൊന്നതിനോ മരിച്ചതിനോ തൂങ്ങിയതിനോ തെളിവില്ല. അതുകൊണ്ട് ഞാനാണ് തിരിച്ചെടുത്തത്. ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എനിക്ക് എന്നെ സഹായിച്ചവരെയും അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമുള്ളവരെയും എനിക്ക് ഒന്നും കൂടെ പോയി കാണണം. ഞാൻ ബഹുമാനപ്പെട്ട ഗവർണറെ കണ്ടു. രാജീവ് സാറിനെ ഞാൻ കണ്ടായിരുന്നു. മുമ്പ് മുരളീധര സാറിനെ ഞാൻ കണ്ടു. ഇവിടെയുള്ള അവരെല്ലാവരും ഒരു രാഷ്ട്രീയ കക്ഷി ഇല്ലാതെ എന്നെ സഹായിച്ചതാണ്. ഇന്ന് പോയിട്ട് പ്രതിപക്ഷ നേതാവിനെ കണ്ടു. അദ്ദേഹവും ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ ആദ്യം മുതൽ എന്നെ സഹായിക്കുന്ന കൂട്ടത്തിലുള്ളതായിരുന്നു. പിന്നെ ഒരുപാട് എനിക്ക് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നന്ദികേടായിപ്പം ബാക്കിയുള്ളവർ വിട്ടുപോയി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പറയാത്തത്. ഇപ്പം മുസ്ലിം സംഘടന എന്നല്ല, അവിടെ നിന്ന് നല്ല നല്ല ആൾക്കാർ വന്നായിരുന്നു, നല്ല പണ്ഡിതന്മാർ വന്നു. ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് അവിടെ നിന്ന് ഒരുപാട് അമ്മമാർ വന്നു. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോയാൽ നന്ദികേടാവും. അതുകൊണ്ടാണ് ഞാൻ എന്നെ സഹായിച്ചവരടുത്ത് ഞാൻ വീണ്ടും സഹായം ചോദിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വീണ്ടും സതീശ സാറുടെ പ്രതിപക്ഷ നേതാവ് സാറിനെ കാണണമെന്ന് തോന്നി. അതിൽ അന്വേഷണം ഇഴഞ്ഞു പോകുന്നു. കേസ് അന്വേഷണം നിർത്തിവെച്ചു. തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോകുമ്പോൾ നാളെ ഒരു ദിവസം പറയും എൻ്റെ മകൻ സ്വയം സ്വന്തമായി മുറിവേൽപ്പിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടിടത്തിൽ നിന്ന് ചാടിയിട്ട് അവൻ തൂങ്ങിയാണെന്നുള്ളൊരു റിപ്പോർട്ട് അവർ ഉണ്ടാക്കി വയ്ക്കും. ഞാനത് നോക്കി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അത് പറ്റിയില്ല. ഞാൻ ഇനി ഇറങ്ങിയത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഈ പിണറായി സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. താങ്കൾ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ടും അത് തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അത് അന്വേഷിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ഇപ്പോൾ സർക്കാരിനുള്ള വിശ്വാസം അങ്ങ് പോയോ? വിശ്വാസം നഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ CBIയുടെ പിറകെ പോകേണ്ട കാര്യമില്ലല്ലോ.
CBIയുടെ പുറകെ പോകാൻ കാര്യം എന്തുകൊണ്ടാണ്? നല്ല രീതിയിലൊരു അന്വേഷണം നടക്കും, നല്ല ഒരു പാർഷ്യാലിറ്റി ഇല്ലാത്ത ഒരു അന്വേഷണം നടത്തിയിട്ട് സത്യം കൊണ്ടുവരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ CBIയുടെ അല്ലെങ്കിൽ NIAയുടെ ആരെ പുറകെ പോകേണ്ട കാര്യമില്ല. ഞാൻ വീട്ടിൽ ഇരുന്ന് അന്വേഷിക്കും. ഈ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണല്ലോ നമ്മൾ വേറൊരു ഏജൻസിയിലോട്ട് പോണത്. അത് അന്വേഷണമാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ സാറിനോട് ചോദിക്കുന്നു, 1000 രൂപ കടം ചോദിക്കുന്നു, കിട്ടുന്നില്ല, തരാമെന്ന് പറയുന്നു. 2 ദിവസം കഴിഞ്ഞ് തന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പറയാൻ കാര്യമില്ല, ഞാൻ വേറൊരാളോട് പോയി ചോദിക്കും. ഇപ്പോൾ സാറിന് വിശ്വാസം നഷ്ടപ്പെട്ടു, സാറിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയാണ് ഇത് ഞാൻ അന്വേഷിക്കാൻ എല്ലാവരെയും കാണുമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുക. ഓരോ ദിവസവും ഞാൻ കൊടുക്കുന്ന വിവരം അല്ലെങ്കിൽ ആൻറ്റി റാങ്കിങ് സ്ക്വാഡ് കൊടുക്കുന്ന വിവരം, ഈ 2 വിവരം വെച്ചിട്ടുള്ള ആൾക്കാരെ മാത്രമേ അവർ കണ്ടെത്തുന്നുള്ളൂ, ആ റിപ്പോർട്ട് മാത്രമേ വരുന്നുള്ളൂ. അതിൽ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് ചെയ്താൽ പോരെ. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് കുറ്റം പറയുന്നതല്ല, അവർക്ക് എനിക്ക് വിശ്വാസമുണ്ട്, അവർക്ക് അത്ര പേരും പ്രഷർ കൊടുക്കുമ്പോൾ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അവർ മനുഷ്യരാണ്, കാരണം അവർക്കും കുഞ്ഞുകുട്ടിയും പരാതികളുള്ളതാണ്. അവരെ അന്വേഷണത്തിലോട്ടങ്ങ് പോയി കഴിഞ്ഞാൽ നാളെ ഗവൺമെൻറ് പറയും നീ വന്ന് വീട്ടിൽ ഇരുന്നോ, അല്ലെങ്കിൽ നിനക്ക് ഏതെങ്കിലും കുഗ്രാമത്തിൽ പോയി പറഞ്ഞത് കേട്ടാൽ മതി എന്നങ്ങ് പറയും. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടത്. വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ അടുത്ത വഴി നോക്കും. എനിക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് ആ ഒരു ഏജൻസിയിലോട്ട് പോകണമെങ്കിൽ ആരെയൊക്കെ പോയി ആരൊക്കെ എന്നെ സഹായിക്കാറുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ ഒന്നും നോക്കാതെ എന്നെ സഹായിക്കുന്ന ടീമാരുണ്ട്, എനിക്ക് വീട്ടിൽ കയറി പോകാൻ പറ്റും. നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ, അത് പാതിരാത്രിക്ക് പോയി കഴിഞ്ഞാലും ഒരു പിടി ചോറ് കയറുന്ന വീട്ടിൽ നമ്മൾ ധൈര്യമായിട്ട് കയറി പോകുന്നു. ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവരുടെയൊക്കെ ഓഫീസിലല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീട്ടിൽ എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരുടെ വീട്ടിലോട്ട് പോകുന്നത്. വീട്ടിലോട്ട് പോകുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് അവരിൽ നിന്ന് കിട്ടിയുള്ളൂ. അത് തന്നെയാണ് എൻ്റെ ഊർജ്ജം. ഇന്ന് പോയപ്പോഴും അദ്ദേഹം അത്രയ്ക്കും നല്ല സപ്പോർട്ട് വന്നു, പ്രതിപക്ഷ നേതാവ് നല്ല സപ്പോർട്ട് വന്നു. ഇന്നലെ രാജീവ് സാറിൻ്റെ അടുത്ത് പോയി, അദ്ദേഹം നല്ല സപ്പോർട്ട് വന്നു. ഗവർണറിൻ്റെ സപ്പോർട്ടിൻ്റെ കാര്യം പറയണ്ട, അതൊരു വേറെ കാര്യമാണ്. അദ്ദേഹം ഒരു അയൽമാനാണ് ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹത്തിനെ കമ്പയർ ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ല. അത് അത്രയ്ക്കും ഒരു ബോൾഡായിട്ടുള്ളൊരു മനുഷ്യനെടുക്കുന്ന തീരുമാനമെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും ആരും എടുക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു, ഈ കേരളത്തിൽ നിന്ന് എടുക്കുന്ന ഇത്രയും വലിയ തീരുമാനം. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ആരെ കമ്പയർ ചെയ്യുന്നില്ല. അദ്ദേഹം അത്രയ്ക്കും ഒരു വിശിഷ്ട വ്യക്തിയാണ്. ബാക്കിയുള്ളവരുണ്ട്, ബാക്കിയുള്ള എല്ലാവരും, അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്ദികേടായിപ്പോൾ ആരെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ഒരു സമുദായ സംഘടന ഉണ്ട്, അതും പറഞ്ഞേ പറ്റുള്ളൂ. ഈ കേസ് അന്വേഷണം വഴിമുട്ടി അങ്ങ് നിൽക്കുമ്പോൾ, വഴിമുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു വിവരം കിട്ടുന്നില്ല. അപ്പോൾ അത് നമ്മളെ സമുദായ സംഘടന KMS എന്ന് പറഞ്ഞ സംഘടന ഉണ്ട് സമുദായത്തിൻ്റെ, അതിൻ്റെ പ്രസിഡൻറ്റ് സുഭാഷ് ബോസ് സാറും പുള്ളിയും അതിൻ്റെ ഭാരവാഹികളും നല്ല രീതിയിൽ അവർ ട്രൈ ചെയ്ത് ഈ കേസ് ഫോളോ ചെയ്ത് ഏത് ലെവലിലാണ് CBI നിൽക്കുന്നത്, വഴിമുട്ടി നിൽക്കുകയാണ് എന്നുള്ള വിവരം കിട്ടിയത് അവരുള്ള പ്രവർത്തനം കൊണ്ടാണ്. എനിക്ക് അവരെ ഓർമ്മിച്ചേ പറ്റുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടുത്തൊരു സമരമോ കാര്യങ്ങളോ എന്താ അടുത്ത സ്റ്റെപ്പിലോട്ട് ഞാൻ ഇറങ്ങിയത്. അതുകൊണ്ടാണ് നമുക്ക് ഈ രാഷ്ട്രീയമാരും ഈ കാലതാമസം എന്താണ് ഈ സർക്കാരിനെ അന്വേഷിച്ചില്ലേ, എന്താണ് അവർ നൽകുന്ന വിശദീകരണം? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാലതാമസം പറഞ്ഞാൽ നമ്മുടെ ഒരു സമുദായ സംഘടന, അത് വളരെ ഉത്തരവാദിത്തപ്പെട്ട സംഘടന, രജിസ്റ്റർ സംഘടന, അവരാണ് അന്വേഷിച്ചിട്ട് ലാസ്റ്റ് ഒരു വിവരം തന്നത് ഈ കാലതാമസത്തിനെ കുറിച്ചിട്ട്. സെക്രട്ടേറിയറ്റിൽ ബന്ധപ്പെട്ട ആ വകുപ്പിൽ അന്വേഷിച്ചു, അധിക ദിവസമായില്ല, 2 ദിവസമേ ഉള്ളൂ. അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു വിവരം എന്ന് പറയുന്നത്, ആ വകുപ്പിൽ നിന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് നിയമം കൂടുതലറിയില്ല. ട്രാൻസ്ലേറ്റ് ചെയ്യാനും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാലേ നമുക്ക് ഡൽഹിയിലോട്ട് അയക്കാൻ പറ്റുള്ളൂ. എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്യണോ എങ്ങനെയൊന്നും എനിക്കറിയില്ല. 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ കേൾക്കുന്നു, ട്രാൻസ്ലേറ്റ് വന്നില്ല. ഇത് കൊടുത്തിട്ട് 3 ആഴ്ച, അപ്പോൾ 9-ാം തീയതിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയ്ക്കും എന്തുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തില്ല? അപ്പോൾ ഞാൻ പോകുന്ന അവിടുത്തെ എല്ലാ നേതാക്കന്മാരും, ഞാനിപ്പോൾ ആ പേരൊന്നും പറയുന്നില്ല, എല്ലാ നേതാക്കന്മാരും ചോദിക്കുന്നത് എന്തിനാണ് ഇത്ര ട്രാൻസ്ലേറ്റ് ചെയ്യാൻ താമസം, അല്ലെങ്കിൽ ഒരു സാധാരണ പ്രത്യേകിച്ച് ഇത്രയും സെൻസേഷനായി കിടക്കുന്ന ഒരു കേസ് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എന്തിനാണ് ചെയ്യുന്നത്? അപ്പം അവർ പറയുന്നൊരു ന്യായം, എനിക്ക് ശരിയോ തെറ്റോ എന്നറിയില്ല, വ്യക്തമായിട്ട് അവർ തന്നതെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള താമസം. ഇപ്പോൾ CBI 16-ാം തീയതി വന്ന CBIക്ക് കൊടുത്തുന്നുണ്ട്. അത് CBIക്ക് കൈമാറിയതല്ല, അത് തെറ്റിദ്ധാരണ കൈമാറിയതല്ല, അവർക്കൊരു വിവരം കിട്ടി, ഇൻഫർമേഷൻ അവർക്കുണ്ട്. പക്ഷേ ഇൻഫർമേഷൻ വെച്ച് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല, ഔദ്യോഗികമായി കിട്ടണം. പ്രത്യേകിച്ച് ഒരു സെൻട്രൽ ഏജൻസിയാണ്, സെൻട്രൽ ഏജൻസിക്ക് അങ്ങനെ ചാടിക്കയറി ചെയ്യാൻ പറ്റില്ല, അവർക്ക് എല്ലാം അതിൻ്റെ രേഖാമൂലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഇൻഫർമേഷൻ കിട്ടി, അത് മാത്രമേ, അതുമാണ് അവർ കൈമാറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കൈമാറിയല്ല,
ഇതുവരെയ്ക്കും ഒഫീഷ്യലായിട്ടുള്ള ഒരു ലെറ്റർ സെൻട്രൽ ഗവൺമെൻറ്റിന് ആഭ്യന്തര മന്ത്രാലയത്തിന് പോയിട്ടില്ല എന്നാണ് 2 ദിവസം മുമ്പുള്ള കിട്ടിയ വിവരം. ഇന്നത്തെ വിവരം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ടോ? ഇല്ല, ഈ കേസിലായിട്ട് ഇനി ഇപ്പോൾ കാണാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മുഖ്യമന്ത്രിയെ കാണണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ അദ്ദേഹത്തിനകത്തല്ലേ പോയി കാണുള്ളൂ. ഞാൻ പ്രതിപക്ഷ നേതാവിനെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള മന്ത്രിയായാലും സ്ഥാനാർത്ഥികളോ അവരെ ഒന്നും കാണാൻ പോകില്ലല്ലോ. സ്ഥാനാർത്ഥിയാണെങ്കിലും അവരിപ്പോൾ നിലവിൽ മന്ത്രിയാണ്. സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലല്ല ഞാൻ കാണാൻ പോയത്. അവരിപ്പോഴും ലാസ്റ്റ് ഇരുന്ന് മന്ത്രിയായിരിക്കും എന്നാണ് ഞാൻ വിശ്വാസം. അതുകൊണ്ട് കാണാൻ പോയതാണ്. പ്രതിപക്ഷ നേതാവാണ്. ഇനി ഞാൻ ചിലപ്പോൾ വേറെ ആരെങ്കിലും കാണാൻ പോവുകയാണെങ്കിലും അതിലിപ്പോൾ കോൺഗ്രസ് ആവാം, BJP ആവാം, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആവാം. എനിക്ക് പാർട്ടിയില്ല, ഞാൻ അവിടെ പോകും. പക്ഷേ മുഖ്യമന്ത്രിയെ ഇനി ഇതിൻ്റെ രീതിയിൽ ഞാൻ ഒരിക്കലും കാണില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ കേസിന് വേണ്ടി ഇപ്പോൾ കാണാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പോയി കഴിഞ്ഞാലും എനിക്ക് ഇതേ അനുഭവം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനെനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഈ ട്രാൻസ്ലേഷൻ്റെ പേരിൽ ഇപ്പോൾ ആണല്ലോ ഇപ്പോൾ കാലതാമസം ഔദ്യോഗികമായി അവർ പറയുന്നത്. ഈ പെട്ടെന്ന് ഇപ്പോൾ താങ്കൾ സിദ്ധാർത്ഥിൻ്റെ പിതാവായ താങ്കൾ മുഖ്യമന്ത്രിയെ കാണുന്നു, ഉടൻ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു, CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അത് ഈ ഇലക്ഷൻ രാഷ്ട്രീയം പറയാല്ല, അത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തിരിച്ചടിയാവുമെന്ന് ഭയന്നാണോ അന്ന് ഈ മുഖ്യമന്ത്രി അപ്പോൾ തന്നെ ഇത് പ്രഖ്യാപിച്ചത്? അന്ന് മുഖ്യമന്ത്രി താങ്കളുടെ വീട്ടിൽ പോലും പിന്നെ വന്നിട്ടില്ല. അതെ, ആദ്യം ഈ പറയുന്ന പോലെ എന്താ പറയുക, മണ്ടനായ ഞാനും വിശ്വസിച്ചു പോയ. അപ്പോഴേ എൻ്റെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ശരി, പെട്ടെന്ന് ഞാൻ അധികം വിയർക്കേണ്ടി വന്നില്ല, CBI അന്വേഷിച്ചല്ലോ. എനിക്ക് പൊളിറ്റിക്സ് കൂടുതൽ അറിയില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ആയിരിക്കും എന്ന് കാണും. ബാക്കിയുള്ളവർ ഇതിൻ്റെ കളികളെക്കുറിച്ച് പറഞ്ഞു തന്നുമില്ല, ഞാൻ അവരൊരു ബന്ധപ്പെട്ടില്ല. പക്ഷേ ഇപ്പോഴേ താങ്കൾ പറഞ്ഞത് അങ്ങനെ സംശയിക്കുന്നു എന്നാണ്. ഞാൻ അങ്ങനെ സംശയിക്കണമല്ല, അത് ഉറപ്പാണ്. ആ ഇലക്ഷൻ വന്നതുകൊണ്ട് എല്ലാവരെയും കണ്ണിൽ പൊടിയിടണം. പെട്ടെന്ന് പ്രത്യേകിച്ച് ഈ വലുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭം ഒരു സൈഡിൽ നിന്നല്ല, എല്ലാ സൈഡിൽ നിന്ന് വന്നുകൊണ്ട് ആ പ്രക്ഷോഭം മതിയാക്കിയേ പറ്റുള്ളൂ, സർക്കാരിന് മതിയാക്കിയേ പറ്റുള്ളൂ. ഇലക്ഷൻ മുമ്പേ നിൽക്കുന്നത് ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് പ്രധാനം. പിന്നെ എല്ലാ സൈഡിൽ നിന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഒരൊറ്റ ആൾ പോലും ശരിക്കും പറഞ്ഞാൽ അവരുടെ കൂടെയുള്ള ആൾ പോലും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത ഒരു സ്ഥിതിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ നമ്മൾ ലാസ്റ്റ് അറിഞ്ഞതാണ്. അതാണ് ഞാൻ പറഞ്ഞ പൊളിറ്റിക്സ് പറയാൻ എനിക്ക് താല്പര്യമില്ല. എന്നാൽ പോലും പറയുകയാണ്, അവരുടെ ഉള്ളിൽ അകത്ത് പോലും ഒരു ചേരിതിരി വന്ന ഒരു സമയത്താണ് അവർക്കെന്തോ ഭാഗ്യം കിട്ടിയ മാതിരി, ഒരു ലോട്ടറി കിട്ടിയ മാതിരി ഞാൻ ഈ പേപ്പറും കൊണ്ട് പോകുന്നു, CBI പേപ്പർ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അത് അവരുടെ ലോട്ടറിയാണ് ശരിക്കും പറഞ്ഞാൽ. അത് കൊണ്ടുപോയി കിട്ടിയ ഉടനെ അത് CBI അന്വേഷിച്ചു. അവർക്ക് പെട്ടെന്ന് അന്വേഷിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അതിന് വീട്ടിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ കോടതി ഉത്തരവ് വേണം. അപ്പോൾ ഞാൻ കൊണ്ടുപോയത് അവർക്ക് ഭയങ്കര ഭാഗ്യമായി. അരമണിക്കൂറിനകം പ്രഖ്യാപിച്ചു. ഞാൻ ഇപ്പോഴും പ്രഖ്യാപിച്ചത് ഞാൻ ആ മുഖ്യമന്ത്രിയെ സ്വാഗതം ചെയ്യുന്നു. അത് നല്ലൊരു കാര്യം പ്രഖ്യാപിച്ചു. എനിക്ക് അധികം വേർക്കേണ്ടി വന്നില്ല. പക്ഷേ അങ്ങനത്തെ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ എന്തിനാ പിന്നെ ഇത്രയും വീണ്ടും കൊണ്ട് അഴിച്ചുകൊണ്ട് പോകുന്നത്? എല്ലാവരും പറയുന്നു ഇത്ര അഴിച്ചുകൊണ്ട് പോകുന്നില്ല, എല്ലാത്തിനും ഓരോ നടപടി ഉണ്ടെന്ന് പറയുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങനെ കൊണ്ടുപോകുന്ന കാര്യം എന്താ? അത് ഒന്നാമത്തെ കാര്യം. പിന്നെ അത്ര ആത്മാർത്ഥം ഉണ്ടെങ്കിൽ എന്തിനാ ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡുകാർ കണ്ടുപിടിച്ച് കൊടുത്ത ഇത്രയും ആൾക്കാരിൽ 30 പേരോ 31 പേരോ ഇവർ പ്രഷർ ചെയ്ത്, സർക്കാർ പ്രഷർ ചെയ്ത് വീണ്ടും തിരിച്ചെടുത്തത്? VCയുടെ ആവശ്യം കൊണ്ടല്ല, VCയുടെ വീട്ടാവശ്യമല്ല, അവിടെ മക്കളോ മരുമക്കളോ ഒന്നുമല്ല ഈ 33 പേരെ തിരിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ അത്രയും പ്രഷർ സർക്കാർ കൊടുത്തതുകൊണ്ട് മാത്രമാണ് തിരിച്ചെടുത്തത്. എന്താ അത്യാവശ്യം സർക്കാർ തിരിച്ചെടുക്കാനായിട്ട്? ഒരാവശ്യമില്ല. കേസ് CBIക്ക് വരെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അന്വേഷണം നടക്കട്ടെ. അവർ വന്ന് CBI പറയട്ടെ ഇവർ നിരപരാധിയാണ്, സെൻട്രൽ ഏജൻസിക്ക് ആയാലും പോകും എന്നുള്ളൊരു ഉറപ്പായി. VC ആരാ പ്രഷർ ചെയ്തത്? അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ VCക്ക് രണ്ടാമത്തെ VCക്ക് വീട്ടിയിരിക്കേണ്ടി വന്നു. ഇത് തന്നെയാണ് സ്ഥിതി. ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞേക്കുന്ന വീണ്ടും കാലതാമസം ഉണ്ടായാൽ വീണ്ടും പ്രക്ഷോഭം ആരംഭിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ താങ്കൾക്ക് കുടുംബം എന്തെങ്കിലും സമരം അല്ലെങ്കിൽ പ്രതിഷേധം എന്തെങ്കിലും അറിയിക്കാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? പ്രതിപക്ഷം അത് അവരുടെ ജോലിയാണ്. കാര്യം എന്നാൽ ഒരു സർക്കാർ സംവിധാനം തകരുമ്പോൾ സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തനം ശരിയല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ജോലിയാണ്. അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും, ഏത് സ്റ്റേറ്റ് ആണെങ്കിലും, ഇന്ത്യ ഗവൺമെൻറ് ആണെങ്കിലും, സ്റ്റേറ്റ് വൈസ് ആണെങ്കിലും, ഭരണപക്ഷം ശരിയല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുക, നേർവഴിക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ നേരെ ചൂണ്ടിക്കാണിക്കുക പ്രതിപക്ഷത്തിൻ്റെ ജോലിയാണ്. അതൊരു കാര്യം. പിന്നെ എൻ്റെ പ്രതിഷേധം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുടുംബക്കാർ മാത്രം ചെയ്യാൻ തീരുമാനിച്ചത്. ആ ഒരു പ്രക്ഷോഭത്തിനെ കുറിച്ച് ഞാൻ ഇതുവരെയ്ക്കും ഒരു നേതാവുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു സംഘടനയായിട്ടോ ഒരു ഓർഗനൈസേഷനുമായിട്ട് ഞാനിപ്പോൾ ഇതുവരെയ്ക്കും ഒരു സംഘടനയായിട്ടും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. എൻ്റെ തീരുമാനം ഞാനും എൻ്റെ കുടുംബവും
ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം ഒന്നും കൂടെ ചുരുങ്ങി, 2 പേരായിരുന്നു, 4 പേരായിരുന്നു, 4 പേരിൽ ഒരാൾ പോയി, 3 പേരായി. ഈ 3 പേരും മാത്രം തന്നെയാണ്, 3 പേര് മാത്രം പോവും. ഇത് 2-3 കാര്യങ്ങൾ അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഒന്ന് അന്വേഷണം മാത്രം പെട്ടെന്നാക്കിയാൽ പോരാ. ഇതിൽ 2-3 കാര്യമുണ്ട്. അവസാനം ആൻറ്റി റാഗിങ് സ്ക്വാഡുകാർ കൊടുത്തിട്ടുള്ള ഒരു ലിസ്റ്റിൽ 3 പെൺകുട്ടികളുണ്ട്. അതിലാദ്യത്തേത് ആദ്യം മുതൽ കൂട്ടുനിന്ന പെൺകുട്ടിയാണ്, ചതിച്ച് വരുത്തിയ തൃശ്ശൂരുള്ള പോയിട്ട് പേര് തോന്നുന്നത് ബിൻസിയ എന്നുള്ള പെൺകുട്ടി, തൃശ്ശൂരുള്ള അവൻ്റെ അമ്മ കമ്മീഷണർ ഓഫീസിലെ മിനിസ്ട്രിയിലെ ജോലിയാണ്. ബിൻസിയ അവൻ്റെ ക്ലാസ്മേറ്റാണ്. ഏറ്റവും കൂടുതൽ അവനെ ചതിച്ച് കൊല്ലാൻ കൂട്ടുനിന്ന കുട്ടിയാണ്. ആ പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എൻ്റെ മാന്യത കൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറയുന്നത്. വേറൊരു അവസരത്തിലാണെങ്കിൽ ഞാൻ വേറെ വാക്ക് മാറ്റി പറയാം, എനിക്ക് പറയാൻ കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയാം. ആ പെൺകുട്ടി, പിന്നെ വേറെ ഇത് സീനിയറായിട്ടുള്ള 2 പെൺകുട്ടികൾ ആൻറ്റി റാഗിങ് സ്ക്വാഡുകാർ കണ്ടുപിടിച്ചു ഒരു 4 ദിവസം മുമ്പ്. ഇവരെ 3 പേരെയും ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം, നാളെ തന്നെ അറസ്റ്റ് ചെയ്യണം. അത് ഞാൻ ആരോപിക്കുന്ന പേരല്ല, ആൻറ്റി റാഗിങ് സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അന്വേഷണത്തിന് വിട്ടാലും കേരള കേരള പോലീസ് അന്വേഷണം മതിയാക്കിയിട്ടില്ല. അതാ ഞാൻ ചോദിക്കുന്നത്, കേരള പോലീസ് അന്വേഷണം മതിയാക്കിയിട്ടില്ലല്ലോ. ഇല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് നമുക്കൊരു അറിവ് വേണം. ഒഫീഷ്യലായിട്ടാണ് എന്നെ അറിയിച്ചത് ഇവിടെ ഒരു അന്വേഷണം ഏറ്റെടുത്തു എന്ന്. അങ്ങനെയാണെങ്കിൽ അന്വേഷണം നിർത്തുമ്പോഴും എന്നെ അറിയിക്കണ്ടേ? ഞാനൊരു അച്ഛനാണല്ലോ ആ കുട്ടിയുടെ, അപ്പോൾ എന്നെ അറിയിക്കണം. അപ്പോൾ അന്വേഷണം നിർത്തിയിട്ടില്ല. എന്തുകൊണ്ട് ആ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നില്ല? ആ ഡീൻ, ഇത്രയും വലിയ കുറ്റവാളിയായ ഡീൻ എന്ത് അറസ്റ്റ് ചെയ്യുന്നില്ല? ആ അക്ഷയ് എന്ന് പറയുന്ന ഇവനെ അവസാനം വരെ കൊല്ലാനും ഇടുക്കിക്കാരൻ, ആ പ്ലാൻഡറുടെ മകൻ, അവൻ റിട്ടയർഡ് ടീച്ചറുമാണ് അവൻ്റെ അച്ഛൻ. എന്തുകൊണ്ട് ഇതുവരെയ്ക്ക് അക്ഷയുടെ അടുത്ത് എത്തിയിട്ട് അവൻ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അക്ഷയെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമെന്ന് പറഞ്ഞാൽ, അക്ഷയെ അവിടെ സംരക്ഷിക്കുന്നത് ഇടുക്കിയിലുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ആ ഇടുക്കിയിലുള്ള എം എം മണിയാണ് അവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഞാൻ പറയും, എൻ്റെ ഒരു വിഷയമല്ല. അവർ രാഷ്ട്രീയം കളിച്ചോട്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ സംരക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ സംരക്ഷിക്കും? ആ സംരക്ഷിക്കും തോറും അവരുടെ പേര് കളങ്കമായി പോയിക്കൊണ്ടിരിക്കണം. അത് അവരറിയുന്നില്ല. എല്ലാ കാലവും എല്ലാവരെയും ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് എന്ത് കുറ്റം ചെയ്താലും നീ കൊന്നിട്ട് പോകാൻ ഞാൻ സംരക്ഷിച്ചോളാം, നീ കട്ടിട്ട് പോകാൻ ഞാൻ സംരക്ഷിച്ചോളാം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തന്നെയാണ് അത് ചുരുങ്ങി വിലയില്ലാതാവുന്നതിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യണം, ഉടനെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അറസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ റിമാൻഡ് കൊണ്ടുപോട്ടെ. ഈ പെൺകുട്ടികൾ എന്തിനാണ് വെറുതെ വിടുന്നത്? പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ഒരേ നിയമം. പെൺകുട്ടികൾക്ക് അന്ന് ജയിലില്ലേ ഇവിടെ? പെൺകുട്ടികൾക്ക് ജയിലുണ്ടല്ലോ, അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോട്ട്. അത് അടുത്ത കാര്യം. പിന്നെ പുതിയ ഡീനിൻ്റെ ഒരു നീക്കം ഞാൻ അറിഞ്ഞു. ഇപ്പം പുതിയ ഡീന് ഒരു ലേഡിയാണ്, മായ എന്ന് പറഞ്ഞ പേരെന്ന് പറഞ്ഞു. ഈ ബിൻസിയ എന്നുള്ള കുട്ടി ഇപ്പോൾ ഒരു ലിസ്റ്റിൽ വന്നിട്ടില്ല, ഒരു പോലീസ് കേസിലോ ഒന്നും ആക്കിയിട്ടില്ല. അപ്പോൾ ഈ ഫലത്തിൽ നിരപരാധിയാണ്. ഈ കുട്ടിയെ ആ കോളേജിൽ നിന്ന് മാറ്റിയിട്ട് മണ്ണുത്തി വെറ്റിനറി കോളേജിൽ മാറ്റേണ്ട ഒരു നീക്കം അവിടെ നടക്കുന്നു, കോളേജ് മാറ്റാനായിട്ടുള്ള ആ നീക്കം നടക്കുന്നു. അപ്പം ഞാൻ ഇപ്പോൾ പറയുകയാണ്, ആ ഡീന് കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡീനിന് അറിയാമെന്നുണ്ടെങ്കിൽ ഡീന് മനസ്സിലാക്കിക്കോ, അങ്ങനെ ഒരു നീക്കമാണ് നടക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് മണ്ണുത്തിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഡീനോ അവിടെയുള്ള ഏതെങ്കിലും അധികൃതരോ കൂട്ട് നിൽക്കുകയാണെങ്കിൽ, ഈ ഇതിനു മുമ്പേ സംഭവിച്ച 2 VCക്ക് എന്താണ് സംഭവിച്ചത്, ഇവർക്ക് മുമ്പേ ഉണ്ടാകുന്ന ഡീൻ എന്താണ് സംഭവിച്ചത്, അതേ അനുഭവം തന്നെ ഈ ഇപ്പം നിൽക്കുന്ന ഡീനിനുണ്ടാവും. അത് ഡീൻ മനസ്സിലാക്കിയാൽ നല്ലത്. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. അല്ലെ അവരവരുടെ ജോലി കൊണ്ടുപോയി പോവുക. ഡീനിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ സംരക്ഷിക്കുക, കൊലയാളികളെ സംരക്ഷിക്കുക എന്നല്ല. കുട്ടികളുടെ വെൽഫെയർ, കുട്ടികളുടെ കാര്യങ്ങൾ അത് നോക്കി അങ്ങ് പോവുക. അല്ലാതെ ഈ കൊല ചെയ്തിട്ട് പറഞ്ഞവരെ സംരക്ഷിക്കേണ്ടതല്ല ഡീനിൻ്റെ ജോലി. ഇപ്പോഴുള്ള ഡീനിൻ്റെ അങ്ങനെ ശക്തമായൊരു നീക്കം നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ എല്ലാ കാര്യം അറിഞ്ഞുകൊണ്ടിരിക്കുക അവിടെ നിന്നുള്ളതല്ല. ഈ 18 പേരുടെ കാര്യങ്ങൾ എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു നീക്കം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ മാത്രമാണോ ഇനി ബാക്കിയുള്ള കുട്ടികളാണെന്ന് അറിയില്ല, TC കൊടുത്ത് മാറ്റാനുള്ള നീക്കം നടക്കുന്നു. പക്ഷേ അത് ഞാൻ നടത്തില്ല, അത് ഉറപ്പാണ്. ഈ 3 ആവശ്യമാണ് ഇപ്പോൾ അടിയന്തരമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ 3 ആവശ്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ, ഇത്രയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഉറപ്പായിട്ട് എൻ്റേതായിട്ടുള്ള സമര രീതിയിൽ ഞാൻ പോയിട്ട് എനിക്ക് ഏത് മന്ത്രിയാണോ ഉറപ്പ് തന്നത് ആ മന്ത്രിയുടെ വീട്ടിലോട്ട് തന്നെ ഞാൻ പ്രതിഷേധം നടത്തും. നല്ല സെക്രട്ടേറിയറ്റിന് മുമ്പ് ചെന്നിട്ട് ഒരു സമരം നടത്താനോ അല്ലെങ്കിൽ അവിടെ കാണികൾക്ക് വേണ്ടിയിട്ട് കാഴ്ച വസ്തുവായിട്ട് നിൽക്കാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് അവരെന്നെ അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ, പിടിക്കട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം എൻ്റെ മകൻ അനുഭവിച്ചതിനെക്കാട്ടി വലിയ ഒരു വേദന ഒരിക്കലുമില്ല. അവൻ അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ 3 ദിവസവും അല്ലെങ്കിൽ 8 മാസവും
ഈ 8 മാസം അവൻ അനുഭവിച്ചതെന്നില്ല, ഒരു ഉടുതുണി പോലും ഇല്ലാതെ ഇവരെ മുമ്പ് നിൽക്കേണ്ടി വന്നു. ആ ഗതിയാണ്. ഈ 3 ദിവസം ഒരു തുണിയില്ലാതെ ഈ 200ഓളം കുട്ടികളെ മുമ്പ് വെച്ചിട്ട് അവൻ മർദ്ദിച്ച്, അവൻ മാനസികമായിട്ട് ശാരീരികമായിട്ട് അവനെ ഉപദ്രവിച്ചു, കൊല്ലാക്കൊല ചെയ്തത്. ഞാൻ അതിന് ഇന്നലെ ചോദിച്ചത്, നമുക്ക് ആർക്കെങ്കിലും ഒരു ഷർട്ടില്ലാതെ, അറ്റ്ലീസ്റ്റ് ഷർട്ടില്ലാതെ നമുക്ക് റോഡിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ഇപ്പം ഇതിനകത്ത് തന്നെ, നമ്മൾ ഈ ഫ്ലോറിനകത്ത് തന്നെ നമ്മൾ ഷർട്ടും ഇല്ല പാൻറ്റും ഇല്ല, നമുക്കൊരു ഷട്ടിയിൽ ഇവിടെ നിന്നിട്ട് ആൾക്കാർ മുമ്പ് നടക്കാൻ പറ്റും? നമുക്ക് തോന്നുമോ? നമുക്കതിന് നാണക്കേടൊന്നുമില്ല. പക്ഷേ എൻ്റെ മകൻ 200 ആൾക്കാരുടെ മുമ്പ്, 200 കുട്ടികളെ മുമ്പ്, ആണും പെണ്ണുമായിട്ടുള്ള കുട്ടികളെ മുമ്പേ അവന് ഒരു തുണി പോലും ഇല്ലാതെ നിർത്തിവെച്ചിട്ട് അവനെ ഉപദ്രവിച്ചത്. അപ്പം ഞാൻ പ്രതിഷേധിക്കുകയാണെങ്കിൽ പറയണ തെറ്റായിരിക്കും എന്ന് ഞാൻ പറയാണ്. അത് വയലൻസാണ്, എനിക്കും അറിയാം. അതിൻ്റെ ഒരുപാട് വയലൻസ് ഉണ്ടാവും, അത് ജാമ്യമില്ല കുറ്റമാവും, അതും എനിക്കറിയാം. എനിക്ക് പ്രതിഷേധിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ അവൻ എങ്ങനെയാണ് അനുഭവിച്ചത് അതിനേക്കാട്ടി വലിയ വേദന എനിക്ക് ഒരിക്കലും ഇല്ല. അവൻ്റെ മാനസികമായിട്ടുള്ള നാണക്കേടും പിന്നെ ശാരീരികമായിട്ടുള്ള വേദനയും, അതിൽ വലിയൊരു വേദന എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനിയില്ല. അത് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ പ്രതിഷേധിക്കുമ്പോൾ അവൻ എങ്ങനെയാണോ അനുഭവിച്ചത് ആ രീതിയിലായിരിക്കും ചിലപ്പോൾ ഞാൻ ആ വീട്ടിന് മുമ്പ് ഈ മന്ദിരം മുമ്പ് ഞാൻ പ്രതിഷേധിക്കുന്നത്. അത് എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. കാരണം എനിക്ക് ഒരു നാണക്കേടും തോന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മനസ്സിപ്പോൾ അങ്ങനത്തെ ഒരു നാണക്കേട് തോന്നുന്ന സമയത്ത് ഞാൻ എൻ്റെ അവനെ ആലോചിക്കും. അവൻ അനുഭവിച്ച മാനസികമായിട്ടുള്ള അവൻ്റെ ആ രൂപം, ആ നിന്ന കോലം അപ്പോഴായിട്ടുള്ളത്. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് അതേ കോലത്തിലായിരിക്കും. ഈ മന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയല്ലേ താങ്കൾക്ക് ഉറപ്പ് നൽകിയത്? മുഖ്യമന്ത്രിയാണ് എനിക്ക് ഉറപ്പ് തന്നത്. പ്രതിഷേധം സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയുടെ അതാണെങ്കിൽ അവിടെ തന്നെ നടത്തണം. അതൊക്കെയല്ല ഈ മുഖ്യമന്ത്രി ഉറപ്പ് തന്നിട്ട് ഞാൻ വേറൊരു മന്ത്രിയുടെ അടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർ പറയും നിനക്ക് ഉറപ്പ് തന്ന ആരാണ്, നീ അവൻ്റെ അടുത്ത് പോകാൻ പറയും. അങ്ങനെ പറയുള്ളൂ. ഇപ്പോൾ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മുഴുവൻ SFIക്കാരാണ്. അതിൻ്റെ അത് രാഷ്ട്രീയം അല്ല, നമ്മൾ മാറ്റി വയ്ക്കും. അങ്ങനെ സിദ്ധാർത്ഥൻ എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടായിരുന്നോ? താങ്കളോട് വല്ലതും സംസാരിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഈ റാഗിങ് അവിടെ നടക്കുന്നു എന്നുള്ള കാര്യം എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? ഇല്ല, ഒരിക്കലും ഈ 8 മാസം കൊണ്ട് റാഗിങ് അവിടെ റാഗിങ് അല്ല, 8 മാസം കൊണ്ട് പീഡനം നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു സൂചന പോലും തന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ ഈ യൂണിയൻ എന്നുള്ളത് ഈ SFI എന്നുള്ള ഭീകര സംഘടന മാത്രമേ ഉള്ളൂ. അതൊരു യൂണിയൻ. അവൻ എന്നോട് പറയും ഫസ്റ്റ് ഇയറിൽ അവിടുത്തെ ആർക്കും യൂണിയനിൽ ചേരാനോ ഇങ്ങനെ കോളേജ് സമ്മതിക്കില്ല എന്ന് പറയുന്നത്. അങ്ങനെ യൂണിയൻ ഇല്ല. പക്ഷേ അനുഭാവം പ്രകടിപ്പിച്ച് തുടങ്ങണം ഫസ്റ്റ് ഇയർ മുതൽ. മെമ്പർഷിപ്പ് ഒന്നും കൊടുക്കില്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഇയർ മുതൽ മെമ്പർഷിപ്പ് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഇയർ മുതൽ ഈ ഭീകര സംഘടനയിൽ ചേർന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ ചേരാത്തവരെ മാർക്ക് ചെയ്ത് വയ്ക്കും. അതാണ് അവരെ ടാർഗറ്റ് ചെയ്ത് വയ്ക്കും. ആരാണ് ചേർന്നിട്ടില്ല അങ്ങനെ ടാർഗറ്റ് ചെയ്ത് വയ്ക്കുന്നതിൽ അവനുണ്ടായിരുന്നു. അവർക്ക് അത് അതൊരു കാരണമേ ഉള്ളൂ, ചെറിയൊരു കാരണമേ ഉള്ളൂ. പിന്നെ അവൻ്റെ അവിടുത്തെ വളർച്ച, അവൻ്റെ അവിടുത്തെ സ്വാധീനം, കുട്ടികളെ അവന് കയ്യിലെടുക്കേണ്ട സ്വാധീനം, ഇതെല്ലാം കൂടെ അവർ കണ്ട് ഇവരങ്ങ് വല്ലാതെ ഭയപ്പെട്ടു പോയി. ഇവനങ്ങനെ വളർത്തി അങ്ങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. അത് മുമ്പോട്ട് പോയി 2-3 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയുള്ള ബഹുഭൂരിപക്ഷം കുട്ടികളും എന്താ പറയുക, യവനിലോട്ടങ്ങ് ചുരുങ്ങും. യവൻ എന്താണ് പറയുന്നത് അതേ ചെയ്യുള്ളൂ, സിദ്ധാർത്ഥം പറയുന്നതേ ചെയ്യുള്ളൂ. അങ്ങനത്തെ രീതിയിലോട്ട് വരുമെന്ന് അവർക്കറിയാം. ഫസ്റ്റ് ഇയറിൽ തന്നെ അങ്ങനെ വന്നു തുടങ്ങി. ഏകദേശം 40-50% കുട്ടികൾ വരാം, സീനിയേഴ്സ് ഉൾപ്പെടാം. സിദ്ധാർത്ഥൻ എന്ത് പറയുന്നു അതേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായം കേട്ടിട്ടേ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ ഒരു 2 വർഷം കൂടെ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഈ ഭീകര സംഘടന തന്നെ ഇല്ലാതായി പോകും. SFI എന്നുള്ള സാധനം തന്നെ അവരെ കയ്യിൽ നിന്ന് പോകും. ചിലപ്പോൾ അവർ പേടിച്ച് പെട്ടെന്ന് ചെന്നിട്ട് ഒരു യൂണിറ്റ് തുടങ്ങും, അല്ലെങ്കിൽ ഒരു KSCൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങും, അല്ലെങ്കിൽ ABPയുടെ യൂണിറ്റ് തുടങ്ങും, MSFൻ്റെ യൂണിറ്റ് തുടങ്ങും. എന്തോ അവർ പേടിച്ചു പോയി. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഉറപ്പാണ് ഈ SFI എന്നുള്ള ഭീകര സംഘടന 0 ആയി പോകണം. അതുകൊണ്ട് തന്നെയാണ് അവർ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരൊന്നും പറഞ്ഞ് വെറുതെ തരം താഴ്ത്താൻ പറ്റില്ല. നേതാക്കന്മാർ SFIയുടെ അവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ പ്ലാൻ ചെയ്ത് മാസങ്ങളോളം പ്ലാൻ ചെയ്തിട്ട് കിട്ടിയ ഒരു അവസരത്തിൽ ഈ മർഡർ കാര്യമായിട്ട് അവർ ചെയ്തത്. പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ല. താങ്കളുടെ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഈ കോളേജിലെ? അല്ല, അവന് ഇടയ്ക്ക് ഇങ്ങനെ പറയും. സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നോടിങ്ങനെ ഒരു ദിവസം വിളിച്ചായിരുന്നു. അവർ ഫസ്റ്റ് ഇയറിൽ ക്ലാസ് റെപ്പായിരുന്നു. ഫസ്റ്റ് ഇയറിൽ ക്ലാസ് റെപ്പാണെങ്കിൽ രാഷ്ട്രീയമൊന്നും വേണ്ട. അത് അവർക്ക് ചേർന്ന് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ടീച്ചർ ആരെങ്കിലും ഒരാൾ തിരഞ്ഞെടുക്കും. അതിലുള്ള ആരെങ്കിലും ടീച്ചർ പറയും ഇവനെ ക്ലാസ് റെപ്പാക്കാം, ആരെങ്കിലും പെണ്ണാണോ ആണാണോ, ബാക്കിയുള്ള കുട്ടികൾ പിന്താങ്ങിയാൽ മതി. അതാണ് എനിക്ക് കിട്ടിയ അറിവ്, അതാണ് സത്യം ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയർ പോകുമ്പോൾ ഇതേ സിസ്റ്റം ഇതാണ്. പക്ഷേ സെക്കൻഡ് ഇയറിൽ അവർ അലിഖിത നിയമം തുടങ്ങും. അപ്പോൾ ഈ സിസ്റ്റം എല്ലാം പോവും. അവിടെ സിസ്റ്റമേ ഇല്ല. അപ്പോൾ സിസ്റ്റം പേപ്പറിൽ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഇയറിൽ
ആദ്യമായിട്ട് ചെയ്യേണ്ടത് SFIയിൽ ചേരണം. ക്ലാസ് റെപ്പാവണമെങ്കിൽ ആ ക്ലാസ് റെപ്പ് SFIയിൽ ചേരണം. ചേർന്നാലേ ക്ലാസ് റെപ്പാവാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ള അവിടെ പരിപാടിക്ക് എല്ലാം പോകണം. അപ്പോൾ ഞാനൊരു ദിവസം ഞാൻ പുറത്തായിരുന്നു, വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, എന്തായി പുതിയ നീയാണ് ക്ലാസ് റെപ്പ്, പണ്ട് നീ ആയിരുന്നല്ലോ, സെക്കൻഡ് ഇയറിൽ നീയാണോ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഇനി സെക്കൻഡ് ഇയറിൽ ക്ലാസ് റെപ്പ് എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞു, എന്താവാത്ത കുഴപ്പമില്ല, കുട്ടികൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമല്ലേ. അവൻ പറഞ്ഞു, അതല്ല, ചേർന്ന് കഴിഞ്ഞാൽ ഈ ഭീകര സംഘടനയിൽ ചേരണം, SFI ചേരണം, എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, അത് കുഴപ്പമില്ല, നിനക്ക് വേണമെങ്കിൽ ചേർന്നു, നിൻ്റെ ഇഷ്ടം. ഞാനിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. നീ ഒരിടത്ത് പഠിക്കുന്നു, ആ പഠിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് നിനക്ക് ചേരുകയോ ചേരാതിരിക്കുകയോ ചെയ്യാം. ഞാൻ നിൻ്റെ അടുത്തൊന്നും പറയുന്നില്ല. മെയിനായിട്ട് പഠിത്തം മാത്രം നീ നോക്കിയാൽ മതി. ബാക്കിയുള്ള കാര്യം നിൻ്റെ ഏത് സംഘടനയിൽ ചേരുക അല്ലെങ്കിൽ എന്ത് ആർട്സ് സ്പോർട്സ് എന്നാണെങ്കിൽ കുഴപ്പമില്ല. അവൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു ഇതിൽ നിന്നല്ല ഒരിടത്തും ഇല്ല, പ്രത്യേകിച്ച് ഈ ഒരു പാർട്ടിയിൽ ചേരുകയില്ല എന്നവൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ കാരണവും ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. എനിക്കറിയാൻ കാരണം ചോദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു പാർട്ടിയിലും അവനില്ല. അവൻ ആ സ്കൂളിൽ പഠിക്കുമ്പോഴുമില്ല, അവൻ നാട്ടിലുമില്ല, അവൻ്റെ നാട്ടിൽ കൂട്ടുകാരുടെ ഇല്ല, കോളേജിൽ പോകുമ്പോഴുമില്ല, ഒരു പാർട്ടിയിലും ഇല്ല. ആ പാർട്ടിയിലില്ലാത്തതാണ് ഇതിൻ്റെ ഒരു കാരണം. അവരെ പാർട്ടിയിൽ ചേരാത്തതാണ് ഇപ്പം കൊലപാതകത്തിലോട്ട് പോയ ഒരു കാരണം. ഇപ്പോൾ ഈ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാർ. അങ്ങനെ വരുമ്പോൾ താങ്കളുടെ പത്നി പറഞ്ഞിരുന്നു, ആ വീട്ടിൽ വന്ന പിന്നെ ആഹാരം കഴിച്ചിട്ട് പോയവരാണ് ഇത്തരമൊരു സംഭവത്തിന് പിന്നിലുള്ളതെന്ന് പറയുമ്പോൾ അത് അത്തരം വലിയൊരു സംഭവം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഈ കൂട്ടുകാരിൽ നിന്ന് അത്തരം ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നു. അവർ എന്തെങ്കിലും സിദ്ധാർത്ഥൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതാണല്ലോ ഏറ്റവും വലിയ സങ്കടം. കാര്യം എന്ന് പറഞ്ഞാൽ സീനിയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റുമല്ലോ ഇത്രയും വലിയ ക്രൂരത. എന്നാൽ പോലും പറയുക, ഒരേ ക്ലാസ് റൂമിൽ പഠിക്കുന്നവർ, ഒരേ ക്ലാസ്മേറ്റ്, അത് ഒരേ ബെഡ്റൂമിൽ, അവർക്ക് ഒരേ ക്ലാസ് റൂമും ഒരേ ബെഡ്റൂമും, അവിടെ കഴിയുന്ന കൂട്ടുകാരാണ് ഈ ഒരുമിച്ച് കഴിയുന്നത്. ക്ലാസ് റൂമേഴ്സ് എന്ന് പറയുമ്പോഴെന്താ, റൂമേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത കൂട്ടുകാരായിരിക്കും റൂമേഴ്സ്. നമ്മളിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടൂറിന് പോയി കഴിഞ്ഞാൽ, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ റൂമിലോട്ട് വിളിക്കുന്നവരായിരിക്കും ഏറ്റവും അടുത്ത കൂട്ടുകാർ. അങ്ങനെ ആ കോളേജിൽ ഫസ്റ്റ് ഇയർ പോലെ പോയിട്ടുള്ള ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്നു ഇവർ 4-5 പേര്. ഈ 4-5 പേര് ചേർന്നിട്ട് തന്നെയാണ് ഇവനെ കൊന്നിരിക്കുന്നത്. അവർ തന്നെയാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ആലോചിച്ച് നോക്കുക, ഇതിനപ്പുറമുള്ള കൂട്ടുകാരെവിടെയാണ് നമ്മൾ ആരെ വിശ്വസിക്കേണ്ടത്? ഇത്രയും കൂടെ നിന്നിട്ട് അതിലൊരാളാണ് അക്ഷയ് ഇതൊരിക്കും അറസ്റ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ആ ഇടുക്കിയിലുള്ള നേതാവ് സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ്, MMN സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതാണ് ഇതൊരിക്കും അറസ്റ്റ് ചെയ്യാത്തത്. ചെയ്തേ പറ്റുള്ളൂ, ചെയ്യില്ലെങ്കിൽ അതിൻ്റെ രീതിയിൽ പോകും. അതൊരു കാര്യം. ഈ ചെയ്തിട്ടുള്ള 3 റൂമേഴ്സും പിന്നെ ബാക്കിയുള്ള കുറച്ച് കുറ്റവാളികൾ വേറെ ഉണ്ട്. അവരെല്ലാം എൻ്റെ വീട്ടിൽ വന്നിട്ട്, എൻ്റെ മകൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നതാണ് 2 മാസം മുമ്പ്. അവൻ്റെ അമ്മ ആഹാരം വെച്ച് കൊടുത്തു, കൈകൊണ്ട് ആഹാരം വെച്ച് കൊടുത്തു, കേക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇതെല്ലാം ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത ഒരു ഡേയും ഒരു നൈറ്റും ആ വീട്ടിൽ, എൻ്റെ വീട്ടിൽ താമസിച്ച് എൻ്റെ മകൻ കൊണ്ടുവന്നു. കുറച്ച് പേര് ഇടുക്കിയിലുണ്ട്, ഒരുത്തൻ വയനാട്, കോഴിക്കോട്, കണ്ണൂർ, അങ്ങനെയുള്ള കുട്ടികൾ വേറെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ തിരുവനന്തപുരം ഒന്ന് കാണിച്ചു കൊടുക്കണം. തിരുവനന്തപുരം കാണുന്നവർക്ക് അവിടെ കാണണം, ക്ഷേത്രം കാണണം. ഇവൻ തന്നെയാണ്, മോഹൻ്റെ മകൻ തന്നെയാണ് അവന് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത്, അവരുടെ ഡ്രൈവർ വണ്ടി ഓടിക്കും, വണ്ടി തന്നെ റെൻറ്റിനെടുത്ത് കൊടുത്ത് എല്ലാം കൊണ്ട് കാണിച്ചു കൊടുത്തു. വീട്ടിൽ നിന്ന് ആഹാരവും കൊടുത്തു. എല്ലാം കഴിച്ച് കൊണ്ടുപോയിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഈ വന്നിട്ടുള്ള 4 പേരും കൂടെ ചേർന്നിട്ട് അവനെ കൊല്ലുകയും ചെയ്തു. എങ്ങനെ സഹിക്കാൻ പറ്റുമോ? അത് ആലോചിച്ച് നോക്കൂ. അത് ഈ SFIയിൽ ചേരുന്നതിന് മുമ്പാണോ ഈ സംഭവം? അല്ലല്ല, SFI ചേർന്നതിന് ശേഷം. SFI ചേർന്നതിന് ശേഷമാണ് ഈ കുട്ടികൾക്കെല്ലാം ഈ ചെകുത്താൻ്റെ സ്വഭാവം തുടങ്ങിയത്. ഇവൻ ചേർന്നിട്ടില്ല. ഈ കഴിഞ്ഞ വർഷം വരെ ഇവർക്ക് ഇത്രയ്ക്ക് ഈ ക്രൂര സ്വഭാവം മനസ്സിൽ വന്നിട്ടില്ല ഈ കുട്ടികൾക്ക്, വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ അനുഭവം തുടങ്ങിയതിന് ശേഷം മുതൽ ഇവർക്ക് ഈ കറക്റ്റ് അച്ഛനായുടെ സ്വഭാവം വന്നു തുടങ്ങി ഈ ഭീകര സംഘടന ചേർന്നതോടുകൂടി. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന പോലെ പണ്ടത്തെ പോലെ പാർട്ടി ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ വേറെ അടുത്തുനിന്നല്ല ട്രെയിനിങ് കിട്ടുന്നത്. അവർക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതൊരു കാട് ഏരിയ, ആ മാവോ സംഘത്തിൽ നിന്നാണ് ട്രെയിനിങ് കിട്ടുന്നത്. അവർക്കറിയാം. ആ ട്രെയിനിങ് അവർ വിദഗ്ധമായി കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു മുറിവ് പോലും ഇല്ലാതെ, ദേഹത്തൊരു മുറിവും ഇല്ലാതെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാക്കിയിട്ട് മകനെ കൊന്നത്. അത് സാധാരണക്കാർക്ക് ആർക്കും പറ്റിയില്ല. ഇപ്പോൾ സാർ എന്നെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ, ഞാൻ സാറിനെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു മുറിവ് വരും? സാധാരണ മുറിവ് വരും. പുറത്തൊരു മുറിവ് പോലും ഇല്ലാതെ ഇത് അത്രയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ആ ട്രെയിനിങ്ങിൻ്റെ കിട്ടുമ്പോൾ മനസ്സും ചെകുത്താൻ്റെ മാതിരിയാവും. അതങ്ങനെ എടുക്കും.
അപ്പോൾ ഈ കുട്ടികളെ മനസ്സ് ഇങ്ങനെ ആയി വന്ന് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഡിസംബർ രണ്ടാമത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമോ നവംബർ മുതൽ ഈ ബാക്കി കുട്ടികളെല്ലാം SFIയിൽ ചേർന്നു. ഇവൻ മാത്രം ചേർന്നില്ല. ഇവനും വേറെ ഒരു 1-2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു ചേർന്നില്ല. എന്ന് മുതൽ ചേർന്ന് ബാക്കിയുള്ള ചെറുത്താന്മാർ ഈ SFIയിൽ ചേർന്ന് തുടങ്ങിയോ അന്ന് മുതൽ അവരെ മൈൻഡ് ഇങ്ങനെ ടേൺ ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞു. നമുക്കറിയില്ല. ഓരോ പ്രാവശ്യം നമ്മൾ അവനെ വിളിക്കുമ്പോൾ അവൻ അവിടുത്തെ ക്ലാസ്സിന് പോയി ഈ പാർട്ടി വിളിച്ച് അവിടെ പോയി ഇവിടെ പോയി ഇവൻ്റെ പേര് പറയും അക്ഷയ് എവിടെ, റഹാൻ എവിടെ, ഡാനിഷ് എവിടെ എന്നൊക്കെ ഞാനും ചോദിക്കും, അവൻ്റെ അമ്മയും ചോദിക്കും. എപ്പോഴും കൂടെ കാണുന്നവരാ. അവൻ അവിടുത്തെ പാർട്ടി ക്ലാസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റു ചേട്ടന്മാരൊന്നും വിളിച്ചുകൊണ്ട് പോയി. എന്നാൻ പറയും നീ എവിടെ നിൽക്കുന്നു, ഞാൻ റൂമിൽ നിൽക്കുന്നു, അത്രേ പറയും. പക്ഷേ ഈ പോകുന്ന എന്തിനാണ് ഇവരെ മനസ്സിൽ വിഷം കുത്തി വെച്ചിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കാനാണ്. അത് ഇവനും അറിയില്ല, ഇവന് പാവമൊന്നും അറിയില്ല. ഈ അവിടെ നടന്ന ഒരു കാര്യങ്ങളും സിദ്ധാർത്ഥ ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ടും അവിടെ നടന്ന മാനസിക പീഡനമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഒരിക്കലും. ഇല്ല, അതാണ് ഏറ്റവും വലിയ സങ്കടം. ഒന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു സൂചന തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ടായിരിക്കും അവൻ പറയാത്തത്. ചിലപ്പോൾ നമ്മൾ അവനോട് പറയും ഇനി പഠിക്കണ്ട, നീ വീട്ടിൽ ഇരുന്നോ, അല്ലെങ്കിൽ നമുക്ക് വേറെ കോഴ്സ് പഠിക്കാം എന്ന് വല്ല പറയുമെന്നോ പേടിച്ച് കാണും. കാരണം ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഈ കോഴ്സ്, വളരെ ഇഷ്ടമാണ്. എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുക്കണം. പ്രത്യേകിച്ച് മൃഗങ്ങളോട് അവന് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് നമ്മൾ പറയുമോ എന്ന് പേടിച്ച് അവൻ്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും അതിന് പഠിക്കണ്ട, വീട്ടിൽ ഇരുന്നു. അതുകൊണ്ടായിരിക്കും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തമാശ പോലെ ഇങ്ങനെ ചോദിക്കും. എനിക്കറിയാം എന്തെങ്കിലും റാഗിങ് ഒക്കെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികൾ അല്ലെങ്കിൽ സീനിയേഴ്സ് ഒന്ന് പറയും ഇങ്ങോട്ട് വാടാ, ഡാൻസ് കളിയടാ, ചാടറാ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടോ, എവിടെയെങ്കിലും ഉണ്ടോ? ചിലപ്പം പാൻറ്റ് വരാൻ പറയുമായിരിക്കും, ചിലപ്പോൾ ഷർട്ട് വരാൻ പറയുമായിരിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മോനെ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയും? ഇല്ല. ചേട്ടന്മാർ ചിലപ്പം അവിടെ വിളിച്ചിട്ട് അവിടെ നിൽക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ പറയും. ഞാൻ എത്ര സമയമുണ്ട്? 5-10 മിനിറ്റ്. അത് നമുക്കറിയാമെന്നുള്ള ചേട്ടന്മാരാണ്, കൂടെ നിൽക്കുന്ന ചേട്ടന്മാരാണ്. ചിരിച്ചും കൊണ്ടാണ് പറയുന്നത്, വളരെ തമാശയോടുകൂടി. പക്ഷേ എനിക്ക് തോന്നുന്നു വരുത്തി ചിരിച്ചായിരിക്കും. കാരണം നമുക്കെന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കോളേജിൽ പോയി അന്വേഷിക്കുകയോ ചെയ്തു, അപ്പോൾ അവനെ കോളേജ് പഠിത്തം മതിയാക്കി കളയോ എന്നുള്ള രീതിയിലൊക്കെ എൻ്റെ ഒരു ഊഹം അങ്ങനെയാണ്. ഒരു സൂചനയും തന്നിട്ടില്ല. ഏതായാലും മരണത്തിന് ശേഷമെങ്കിലും സിദ്ധാർത്ഥന് നീതി ലഭിക്കുവാൻ താങ്കൾ നടത്തുന്ന ധാർമ്മികമായ പോരാട്ടം വിജയം കാണട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞാനും ആഗ്രഹിക്കുന്നു.